കൊച്ചി വല്ലാർപാടത്ത് LNG ടെർമിനൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ 8500 കോടിയുടെ വ്യാവസായിക പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന വ്യവസായങ്ങളുടെ മുന്നേറ്റത്തിനൊപ്പം പുതുവ്യവസായങ്ങളുടെ വൻനിരയാകും കേരളത്തിൽ ഉണ്ടാകുകയെന്നാണ് പ്രതീക്ഷ. പെട്രോനെറ്റ് LNG ലിമിറ്റഡ് 3 വർഷത്തിനുള്ളിൽ പുതുവൈപ്പിലെ ടെർമിനലിനോടനുബന്ധിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് 14500 കോടിയുടെ പദ്ധതികളാണ്. കൊച്ചി LNG ടെർമിനലിൽ നിന്നുള്ള പ്രകൃതിവാതകം ലഭിച്ചു തുടങ്ങുന്നതോടെ കൂടുതൽ താപവൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാനും നഗരങ്ങളിൽ പ്രകൃതിവാതകം വിതരണം ചെയ്യാനും കഴിയും. വളം നിർമ്മാണം ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലകളിൽ ചെലവ് കുറച്ച് ഉൽപ്പാദനം നടത്താനും ഇതുവഴി സാധിക്കും. നഗരങ്ങളിൽ വാഹനങ്ങൾക്ക് CNG വിതരണം ചെയ്യാനും പദ്ധതി പ്രയോജനം ചെയ്യും. LNG ലഭ്യമാകുന്നതോടെ സിലിക്കോൺ വേഫർ നിർമ്മാണത്തിനും പുതുവൈപ്പിനിൽ സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് വ്യവസായത്തിന് ആവശ്യമായ സിലിക്കോൺ വേഫർ നിർമ്മാണത്തിൽ മുതൽ മുടക്കാൻ ബഹുരാഷ്ട്ര കമ്പനികളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫാക്ട്, കായംകുളം NTPC താപവൈദ്യുത നിലയം എന്നിവയ്ക്ക് LNG നൽകുന്നതിനൊപ്പം നഗരത്തിൽ പൈപ്പ് ലൈനുകൾ വഴിയുള്ള വാതക വിതരണമാണ് മറ്റൊരു സ്വപ്നം. ടെർമിനലിനോടനുബന്ധിച്ച് പദ്ധതിയിടുന്ന കോൾഡ് സ്റ്റോറേജ് സമുദ്രോൽപ്പന്നങ്ങളെയും കാർഷികോൽപ്പന്നങ്ങളെയും കയറ്റുമതിക്ക് വൻ നേട്ടമാകും. LNG ടെർമിനലിൽ നിന്ന് സ്ഥാപിക്കുന്ന വലിയ പൈപ്പുകൾ എത്താത്തിടത്ത് ക്രയോജനിക് ടാങ്കറുകൾ വഴി ഇന്ധനം നൽകാനും പദ്ധതിയുണ്ട്. ഇത് ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകുന്ന ഉണർവ് ഒട്ടും ചെറുതാകില്ല. തൊഴിലവസരങ്ങൾക്കൊപ്പം നികുതി ഇനത്തിൽ ഏറെ പണം സംസ്ഥാന ഖജനാവിൽ എത്തുകയും ചെയ്യും. പ്രതിവർഷം 15 ലക്ഷം ടൺ വെച്ച് 20 വർഷത്തേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം ലഭ്യമാക്കുന്നതിന് ഓസ്ട്രേലിയൻ കമ്പനിയുമായാണ് പെട്രോനെറ്റ് LNG കരാർ ഒപ്പിട്ടിരിക്കുന്നത്.